കർത്താവിന്റെ വചനവും സാക്ഷ്യവും ഹേതുവായി പിതാവാം ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി, പുത്രനാം ദൈവത്തിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിൽ മുദ്രയേൽക്കപ്പെട്ടവരായി ഭൂമിയിൽ നമുക്ക് ജീവിപ്പാനും യേശുനാഥന്റെ പുനരാഗമനം താമസിച്ചത് കൊണ്ട് നമ്മുടെ ആയുഷിന്റെ അല്പസമയം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയത് കൊണ്ട് മാത്രം ഇന്ന് പ്രഭാതത്തിൽ സാധുക്കളായ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ഈ അനുഗ്രഹമായ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഈ പ്രഭാത മീറ്റിംഗിൽ വചന സംസാരിപ്പാൻ എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസി പ്രിയ ബീന ആന്റിക്കും പ്രത്യേക എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഈ സമയം അരുളുകയാണ്. കർത്താവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ അവിടുന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ വളരെ ഒരുക്കത്തോടെ കർത്താവിന്റെ വചനം കേൾക്കുവാൻ വളരെ ആഗ്രഹത്തോടെ കടന്നു വന്ന നമ്മളോട് നാം പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളിലും കർത്താവ് മറുപടി നൽകുവാൻ മതിയായ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പകല് നാം ആയിരിക്കുന്നത്. നമ്മളെ നന്നായി അറിയുന്ന കർത്താവ്, നമ്മളെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന നാഥൻ ഇന്ന് പകൽക്കാലവും നമ്മളോട് ശക്തമായി അവിടുന്ന് സംസാരിക്കട്ടെ. ദൈവവചനത്തിന്റെ ആധികാരികൾ ദൈവം നമ്മളോട് ഇന്ന് പകൽക്കാലവും അവിടുന്ന് സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തിരുവചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വളരെ താല്പര്യത്തോടും വളരെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചനം നിങ്ങളുമായി സംസാരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യവും, എഫെസ്യ ലേഖനം 3-ാം അധ്യായം തന്നെ അതിന്റെ 1-ാം വാക്യവുമാണ് ഇന്ന് പ്രഭാതത്തിൽ പ്രിയ കർത്താവ് നൽകി തന്ന തിരുവചനത്തിന്റെ ഒരു ആഴം നിങ്ങളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യവും 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാൺമാനായ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ മതി അതിന്റെ 3-ന്റെ 1 കൂടി ചേർത്ത് വായിച്ചോ. അതു നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. മതി, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവം നൽകിയ തിരുവെഴുത്തിനെ കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന നാഥ, ക്രൂശിന്റെ മറവിൽ കർത്താവ് നിർത്തിയാട്ടെ. ഈ വചനത്തിന്റെ ആഴങ്ങൾ സ്വർഗ്ഗം ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് അങ്ങേക്ക് നന്ദി പറയും. വരവിനായി കർത്താവ് ഞങ്ങളെ ഒരുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു തിരുവചനമാണ് ഇന്ന് പ്രഭാതത്തെ ചിന്തയ്ക്കായി നാം വായിക്കുകയുണ്ടായത്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യവും 3-ന്റെ 1-ാം വാക്യവുമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായി സംസാരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയ കർത്താവിന്റെ ദാസി എന്നോട് വചനം സംസാരിക്കണമെന്ന് പറയുണ്ടായി. അപ്പോൾ മുതൽ നിരവധി ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയി. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആന്റി വിളിച്ചപ്പോൾ ഉടനെ തന്നെ ഞാൻ ഫോൺ എടുത്തു. കാരണം രാത്രിയിലെല്ലാം പല ചിന്തകൾ എന്നിൽ കൂടി കടന്നുപോയി. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു തിരുവചനമാണ് ഈ എഫെസ്യ ലേഖനം 3-ാം അധ്യായം എന്നുള്ളത്. ഈ വചനത്തിൽ കൂടി ദൈവാത്മാവ് ഇന്ന് പകലിലും നമ്മളോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കട്ടെ. ഇതിന്റെ മുഖവരകളോ പശ്ചാത്തലങ്ങളോ ഒന്നും വിശദീകരിക്കാതെ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ആ തിരുവചനത്തിന്റെ ഭാഗം അതുപോലെ നിങ്ങളുമായി കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 3-ന്റെ പ്രാരംഭത്തിലെ വേദവാക്യത്തിൽ തന്നെ പൗലോസ് പുതിയ നിയമസഭയാകുന്ന നമ്മോട് കൈമാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ വെളിപ്പാട്, ക്രിസ്തുവിൽ ബദ്ധനായിരിക്കുന്നു എന്നാണ് താൻ ഇവിടെ പറയുന്നത്. പുതിയ നിയമസഭയാകുന്ന നമ്മളോട് ഈ വചനത്തിന്റെ ആധികാരികൾ സ്വർഗം എനിക്ക് നൽകിയ ദൈവ വെളിപ്പാട് ഞാൻ അതുപോലെ നിങ്ങളോട് കൈമാറുന്നു. നാം ദൈവത്താൽ ബന്ധിക്കപ്പെടുന്നവരായി മാറണം. ഒന്ന്, നാം കർത്താവിനാൽ ബന്ധിക്കപ്പെടുന്നവരായി മാറണം.
ഈ 3-ാം അധ്യായത്തിൽ പ്രാരംഭം മുതൽ തന്നെ പൗലോസ് 3:1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ് തന്റെ അനുഭവം വെളിപ്പെടുത്തുന്നത് എനിക്ക് അവിടെ മനസ്സിലാക്കുവാനിടയായി. കാരണം അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന തിരുസഭയുടെ മർമ്മങ്ങൾ, ഒന്നും കൂടി പറഞ്ഞാൽ പൂർവകാലങ്ങളിൽ ജാതികൾക്ക് വെളിപ്പെടാതിരുന്നത് വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ട ദൈവസഭയുടെ ആഴമായ മർമ്മത്തെ തന്റെ സഹോദരന്മാരോട് താൻ കൈമാറുന്നു. ഒന്നും കൂടി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കിയാണ് താൻ. 13:14 മുതൽ 19 വരെയുള്ള ഭാഗം പൗലോസിന്റെ പ്രാർത്ഥനയാണ്. 20ഉം 21ഉം പ്രാർത്ഥനയുടെ പ്രത്യാശയാണ്. ഈ ഭാഗം ഇങ്ങനെ അടുക്കടുക്കായി നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ 12 വരെയുള്ള 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ദൈവത്തെ അറിഞ്ഞ് താൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ നാം ദൈവത്തെ ദൈവമായി മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവരാകണം. കാരണം പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ, നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ ആവശ്യത്തിന്റെ പരിധിക്കൊത്തവണ്ണം നാം ദൈവത്തെ കാണുമ്പോൾ, ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നത് നാം ദൈവത്തെ ദൈവമായി അറിയുവാൻ തയ്യാറാകണം. നമ്മുടെ പ്രാർത്ഥനയുടെ വിജയം എന്നുള്ളത് നാം ദൈവത്തെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മുടെ കർത്താവിന്റെ പരസ്യകാല ശുശ്രൂഷയിൽ കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ താൻ എരികോവിലെത്തിയപ്പോൾ താൻ അവിടെ ഒരു നിലവിളി ശബ്ദം കേൾക്കുകയാണ്. അവിടെ എരികോവിലെത്തിയ സമയത്ത് ബദ്ധനായിരിക്കുന്ന, അല്ലെങ്കിൽ പുരളനായിരിക്കുന്ന, പുറം കണ്ണുകൊണ്ട് കാഴ്ചയില്ലാത്ത ബദ്ധോലാമായുടെ അടുക്കൽ വന്നിട്ട് തന്റെ ശിഷ്യന്മാരായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞത്, നസ്രയനാകുന്ന യേശു വഴി കടന്നു വരുന്നുണ്ട്. കാരണം ആ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. നസ്രയനാകുന്ന യേശു കടന്നു വരുന്നെന്ന് അവിടുന്ന് പറയുണ്ടായി. കാരണം ഈ കേട്ട മാത്രയിൽ കുരുടൻ നിലവിളിക്കുന്നത്, ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ. ആ നിലവിളിയുടെ പ്രത്യേകത നാം അവിടെ മനസ്സിലാക്കണം. കാരണം യേശുക്രിസ്തുവിനെ അനുഗമിച്ച, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരസ്യകാല ശുശ്രൂഷയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന തന്റെ ശിഷ്യന്മാർ, നിരവധി രോഗസൗഖ്യങ്ങൾ കണ്ടവർ, ഭൂതങ്ങളെ വിടുവിക്കുന്നത് കണ്ടവർ, ഇവരൊക്കെ ഈ കുരുടനായ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് നസ്രയനാകുന്ന യേശു എന്നാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ജഡത്തിലുള്ള തന്നെ അവിടെ വെളിപ്പെടുത്തുമ്പോൾ ജഡപ്രകാരമുള്ള രീതിയിലല്ല കുരുടനായവന്റെ നിലവിളി. അവൻ നിലവിളിച്ചത്, ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ. ആ ഭാഗം നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് യേശു തന്റെ നിലവിളിയുടെ മുൻപിൽ അവിടെ നിന്നു. കാരണം അർത്ഥാൽ ഇന്ന് രാത്രികാലവും പകൽക്കാലവും ദൈവമക്കൾ നാം തിരിച്ചറിയേണ്ടത്, കേവലം നമ്മുടെ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി രോഗത്തിന് സൗഖ്യം തരുന്ന ഒരു സൗഖ്യദായകനായ കർത്താവിനെ കാണാതെ, സമാധാനമില്ലാതെ വരുമ്പോൾ സമാധാനം നൽകുന്ന ദൈവമായി കാണാതെ, നാം കടഭാരത്തിൽ ഭാരപ്പെടുമ്പോൾ നമ്മുടെ കടഭാരങ്ങൾക്ക് പരിഹാരം തരുന്ന ദൈവമായി കാണാതെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒത്തവണ്ണം നാം ദൈവത്തെ കാണാതെ, ദൈവത്തെ ദൈവമായി അറിഞ്ഞ് നാം നിലവിളിച്ചാൽ നമ്മുടെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ വിജയം എന്നുള്ളത് നാം ദൈവത്തെ ദൈവമായി മനസ്സിലാക്കണം. കാരണം ആ കുരുടന്റെ നിലവിളിയിൽ കർത്താവ് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നു. കാരണം അവന്റെ നിലവിളി ഈ കുരുടനായ വ്യക്തിക്കറിയാം, എന്റെ മുൻപിൽ നിൽക്കുന്നവൻ നിസ്സാരനായ ഒരു വ്യക്തിയല്ല, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യനാണെന്നുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചവന്റെ നിലവിളിയിൽ കർത്താവ് ആ വിഷയത്തിന് പരിഹാരം നൽകുവാനിടയായി. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ചിലയിടങ്ങളിൽ തടസ്സം വരുന്നതിന്റെ കാര്യം നാം ദൈവത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ മനസ്സിലാക്കിയ തന്റെ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? കാരണം മരണം തന്റെ മുൻപിൽ വന്നപ്പോൾ ക്രൂശിന്റെ ചൂട്ടിൽ ഇവരെല്ലാം ഓടി ഒളിക്കേണ്ട അവസ്ഥകൾ വന്നു. കാരണം ദൈവത്തെ മനസ്സിലാക്കാത്തവൻ വിഷയങ്ങളുടെ നടുവിൽ പതറിപ്പോകുവാനിടയാകും. നോക്ക്, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, ഈ ഭാഗത്തോട് ചേർത്ത് ഞാനെന്ന് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് 40 ദിവസങ്ങൾ അനേക ദൃഷ്ടാന്തങ്ങളാൽ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഈ വെളിപ്പെടുത്തിയ ദൈവത്തെ മനസ്സിലാക്കിയതിനു ശേഷം ഇവരുടെ ഭയം അവിടെ മാറിപ്പോയി. ഭീരുക്കളായവർ അവരെ ശക്തമാകുവാനിടയായി. ഈ പത്രോസ് അടക്കമുള്ളവർ അവർ ധൈര്യത്തോടെ പ്രസംഗിപ്പാനിടയായി തീർന്നു. നിങ്ങൾ അധർമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന യേശുവിനെ മരണവാശങ്ങളെ അഴിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണത്തിന് ഇവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമല്ലായിരുന്നു എന്ന് ധൈര്യത്തോടെ പ്രസംഗിക്കുവാനുള്ള കാരണം ജഡപ്രകാരമുള്ള വിഷയങ്ങൾ മാറിയിട്ട്
പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിനെ. ഒന്നുകൂടി പറഞ്ഞാൽ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിച്ചപ്പോൾ ധൈര്യം ഇവർക്ക് പ്രാപിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ വചനത്തിൽ കൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ വിജയം എന്നുള്ളത് നാം ദൈവത്തെ മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെ നാം അറിയുവാൻ ഇടയാകണം. നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയാകണം. ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഇടയാകണം. ആ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് ഇരുപക്ഷമില്ല. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പൗലോസിന്റെ അതിമഹത്വകരമായ പ്രാർത്ഥന വിഷയമാണ് 14 മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 20-21 ഭാഗങ്ങളിൽ പൗലോസിന്റെ പ്രത്യാശ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താൻ ഇവിടെ പറയുകയാണ്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് ചെയ്യുവാൻ കഴിയും. ഒന്ന്, ഞാൻ ചോദിച്ച കാര്യങ്ങൾ, ഞാൻ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൽ അധികമായി എൻ്റെ കർത്താവിന് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ഒരു കാര്യം ദൈവമക്കൾ അറിയണം, നാം നമ്മുടെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്നവരാകണം. തന്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗങ്ങളിൽ ഈ പൗലോസ് ഉറക്കുകയാണ്, ഞാൻ ചോദിക്കുന്നതിലും അപ്പുറമായി, ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമായി, ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറവുമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് ചെയ്യുവാൻ കഴിയും. കാരണം നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമുക്ക് വിജയത്തിലേക്ക് നാം എത്താത്തതിന്റെ കാര്യം നമ്മുടെ ഹിതത്തിനൊത്തവണ്ണമാണ് നാം പ്രാർത്ഥിപ്പാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഹിതമല്ല ദൈവഹിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. പലപ്പോഴും ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയത്തില്ല. കാരണം നാം ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ കൂറിന്റെ നിയമപ്രകാരം മന്ദിരത്തിൽ കയറി ധൂപം കാട്ടുവാൻ ഞറുക്ക് വീണ സെഖര്യാവ്, താൻ ആ നിയമപ്രകാരം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ താൻ മന്ദിരത്തിന്റെ വലത്തുഭാഗത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്, സെഖര്യാവേ, നീ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്കു മറുപടിയായി. കാരണം ഇത് കേട്ട മാത്രയിൽ ഒരുപക്ഷെ എന്നെ ചിന്തിപ്പിച്ച കാര്യം, സെഖര്യാവ് തന്റെ പ്രാർത്ഥന എന്തെന്നുള്ള വിഷയം പോലും താൻ അവിടെ മറന്നുപോയിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ ദൂതൻ തന്നെ അവിടെ ഓർമ്മപ്പെടുത്തിയാണ്, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. തന്റെ പ്രാർത്ഥന വിഷയമെന്നുള്ളത് എന്തായിരുന്നു? സെഖര്യാവിന്റെ അടുത്ത കാലങ്ങളിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്ത അവരുടെ ഒരു സന്തതി വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവരാണ് സെഖര്യാവും അതുപോലെ എലിസബത്തും എന്നുള്ളത്. കാരണം ഈ പ്രാർത്ഥന വിഷയം പോലും ഒരുപക്ഷെ ഇവർ മറന്നുപോയി. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് അടുത്ത പറയുന്നത് സെഖര്യാവ് പ്രാർത്ഥിച്ച വിഷയങ്ങളെക്കാൾ അപ്പുറവുമുള്ള ദൈവത്തിന്റെ ഹിതം അവിടെ വെളിപ്പെടുത്തുകയാണ്. കാരണം ദൈവദൂതൻ ഒന്നൊന്നായി സെഖര്യാവിനോട് പറയുകയാണ്, നിനക്കൊരു മകൻ ജനിക്കും, അവന് നീ യോഹന്നാൻ എന്ന് പേരിടണം, അവൻ സകലരെക്കാളും വലിയവനായി തീരും. എന്നിട്ട് യോഹന്നാനെ പറ്റിയുള്ള ഒന്നിനു പുറകെ ഒന്നൊന്നായുള്ള ദൈവ പദ്ധതികൾ ഈ സെഖര്യാവിന്റെ മുൻപാകെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയുണ്ട്, യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, അവൻ മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, അവൻ ഇസ്രായേൽ മക്കൾ പലരെയും തന്റെ കർത്താവിങ്കലേക്ക് മടക്കി വരുത്തും, അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും അവൻ നടക്കും. ഈ യോഹന്നാനെ പറ്റിയുള്ള ദൈവ പദ്ധതികൾ ഒന്നൊന്നായി സെഖര്യാവിനോട് പറഞ്ഞപ്പോൾ സെഖര്യാവ് പറയുകയാണ്, ഇത് ഞാൻ എന്തിനാൽ അറിയും? ദൈവമക്കളെ, ഇന്ന് പകൽക്കാലവും നാം തിരിച്ചറിയേണ്ട കാര്യം, പലപ്പോഴും നാം നമ്മുടെ നിയോഗങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഇഷ്ടത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി, നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റി ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണമാകുവാൻ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കാരണം നാം വിചാരിക്കുന്നതല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല നമ്മുടെ ദൈവത്തിന്റെ വഴികൾ എന്നുള്ളത് സെഖര്യാവ് പോലും ഭയപ്പെടുന്ന നിലകളിൽ കൂടി സെഖര്യാവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യോഹന്നാനെ കുറിച്ചുള്ള ദൈവ പദ്ധതികളെ ദൈവം അവിടെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. കാരണം നമ്മുടെ യുക്തിക്കനുസരിച്ച് ചിന്തിപ്പാൻ കഴിയാത്തതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള നിയോഗമെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മറന്നു പോകരുത്. കാരണം നാം നമ്മുടെ ഹിതത്തിനൊത്തവണ്ണം നമ്മുടെ ആവശ്യങ്ങൾക്കൊത്തവണ്ണം പ്രാർത്ഥിക്കുമ്പോൾ
പലപ്പോഴും പ്രാർത്ഥനയുടെ മറുപടി അവിടെ താമസിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, ദൈവത്തിന്റെ ഹിതത്തിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് നമുക്ക് ചില കാലതാമസങ്ങൾ മുൻപിൽ കർത്താവ് തരുന്നത് എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകുവാനിടയായി തീരരുത്. കാരണം സക്കരിയാവ് നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇവിടെ വെയിറ്റിംഗ് ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവനായിട്ട് ആരുമില്ല. കാരണം ഈ കാലതാമസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നത്, ഉപവസിച്ചപ്പോൾ മറുപടി ലഭിക്കാതെ കാലതാമസങ്ങൾ വന്നത് ദൈവസന്നിധിയിൽ വലിയതൊന്ന് നടക്കുവാൻ വേണ്ടി ചില കാലതാമസങ്ങൾ വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ചില ഹൃദയങ്ങളെ വിവേചിച്ച് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്, കാലതാമസങ്ങൾ നീളുന്നതല്ലാതെ വിഷയത്തിന് മറുപടി നമുക്ക് ലഭിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായി ഹൃദയങ്ങളെ വിവേചിച്ച് ആലോചന പറയുന്നു. ദൈവീക നിയോഗത്തിനൊരുമിച്ച് നമ്മൾ സമർപ്പിക്കുവാൻ തയ്യാറായാൽ, ദൈവഹിതത്തിനൊത്തവണ്ണം പ്രാർത്ഥിപ്പാൻ ഇടയായാൽ, ചില വിഷയങ്ങൾ ദൈവസന്നിധി വലുതായി തീരുന്ന തലങ്ങളിലുള്ള വിഷയങ്ങളിലേക്ക് നൽകി തരുവാൻ കർത്താവിന് പദ്ധതിയുണ്ട് എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകുവാനിടയായി തീരരുത്. ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന വിഷയമാണ്. ഇവിടെ പ്രാർത്ഥനയുടെ പ്രത്യാശ, നാം ആ പ്രാർത്ഥന വിഷയത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 14 മുതലുള്ള ഭാഗങ്ങളിൽ പൗലോസിന്റെ 4 പ്രാർത്ഥന വിഷയങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ആത്മാവിൽ അകത്തെ മനുഷ്യൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ശക്തിപ്പെടണം. ഒന്ന്, പൗലോസിന്റെ പ്രാർത്ഥന വിഷയം എന്നുള്ളത് അകത്തെ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ ശക്തിപ്പെടണം. 2, ക്രിസ്തുവിൽ വിശ്വാസം. ഒന്നുകൂടി പറഞ്ഞാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. 3, പൗലോസിന്റെ പ്രാർത്ഥന എന്നുള്ളത് സ്നേഹത്തിൽ വേരൂന്നണം. 4, പൗലോസിന്റെ പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തിന്റെ നിറവോളം നാം നിറഞ്ഞു വരണം. ഇവിടെ 4 കൂട്ടം പ്രാർത്ഥനകൾ പൗലോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതിൽ നിന്നും ഒരു ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ പ്രാർത്ഥനയിൽ പ്രാരംഭത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ അകത്തെ മനുഷ്യൻ തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ ശക്തിപ്പെടണം. കാരണം പൗലോസ് ഇത് പ്രാർത്ഥിക്കുന്നത് ഒരു സുഖകരമായ അനുഭവത്തിൽ ഇരുന്നു കൊണ്ടല്ല. പൗലോസിന്റെ പ്രാർത്ഥന എന്നുള്ളത് താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഇന്ന് പകൽക്കാലവും ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നാം ഇന്ന് വിവിധ പ്രയാസങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ, വിവിധ വേദനയുടെ നടുവിലായിരിക്കുമ്പോൾ, ഭാരങ്ങളും പ്രയാസങ്ങളും നമുക്ക് കയറി വരുമ്പോൾ അതിന്റെ നടുവിൽ ഈ ഭാരം മാറാനാണോ നാം പ്രാർത്ഥിക്കുന്നത്, അതോ ദൈവ നിയോഗം വെളിപ്പെടാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവേശുവിൽ ശക്തിപ്പെടണം. കാരണം തന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ളത്, പൗലോസ് അനുഭവിക്കുന്ന പ്രയാസം എന്നുള്ളത് പുറമായ നിലകളിൽ നോക്കുമ്പോൾ വളരെ വേദനകളാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകളിൽ കൂടി താൻ പോവുകയാണ്. തന്റെ കൈകാലുകൾ ചെങ്ങലകളാൽ ബന്ധിച്ച് വളരെ പ്രയാസത്തിന്റെ നടുവിൽ പൗലോസ് കിടക്കുമ്പോൾ ഒരു സുഖകരമായ അനുഭവത്തിലല്ല തന്റെ പ്രാർത്ഥന. ഒന്നും കൂടി ഇറങ്ങിപ്പറഞ്ഞാൽ ഒരു പട്ടുമെത്തയുടെ അനുഭവത്തിലല്ല പൗലോസിന്റെ പ്രാർത്ഥന എന്നുള്ളത്. കഷ്ടതയുടെ താഴങ്ങളിൽ കിടക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ശക്തിപ്പെടണം. ഇന്ന് പകൽക്കാലവും ദൈവമക്കളെ, എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? ദൈവം എന്നെ നിയോഗിച്ചത്, ദൈവം എന്നെ തിരഞ്ഞെടുത്തത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. വിവിധ കഷ്ടങ്ങൾ എന്നെ ചുറ്റി വളരുമ്പോൾ ആ കഷ്ടങ്ങളിൽ തളർന്നു പോകാനുള്ളതല്ല ഞാൻ. ആ കഷ്ടങ്ങളിലെ ദൈവ മഹത്വം ദൈവം എന്നോട് വെളിപ്പെടുത്തണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കാരണം പൗലോസിന്റെ ഇവിടുത്തെ പ്രത്യാശ എന്നുള്ളത് നാം ആദ്യം അതിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ഞാൻ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ക്രിസ്തുവിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, പുറമായ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പൗലോസ് പറയും, ഞാൻ കാരാഗ്രഹത്തിലാണെങ്കിലും ഈ കാരാഗ്രഹ അനുഭവങ്ങളല്ല എന്നെ ബന്ധിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 28 പൗലോസ് പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ പ്രത്യാശ ഓർത്തുകൊണ്ട് ഞാൻ ഈ ചെങ്ങല ധരിക്കുകയാണ്. കാരണം ഈ കഷ്ടം ഞാൻ ധരിക്കുന്നതിന്റെ കാര്യം എന്റെ പ്രത്യാശയെ ഓർത്തുകൊണ്ടാണ്. ഈ കഷ്ടതയല്ല എന്നെ വാഴുന്നത്. കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും ഞാൻ സന്തോഷവാനാണ്.
കാരണം ഓരോ നിമിഷവും ഞാൻ ഇവിടെ തളർന്നു പോകുകയല്ല, ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ കൂടി കർത്താവിനെ പ്രയോജനപ്പെടുത്തുവാൻ ഇവിടെ ഒരുക്കിയെടുക്കുന്നു എന്നുള്ള പ്രത്യാശയിലാണ് താൻ കാരാഗ്രഹത്തിലായിരിക്കുന്നത്. കാരണം തന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ പുറമമായി നാം നോക്കുമ്പോൾ ഒരുപക്ഷെ വേദനയായിരിക്കാം, പുറമായ നിലകളിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഭാരങ്ങളോ പ്രയാസങ്ങളോ ആയിരിക്കാം. പക്ഷെ പൗലോസിനെ അതൊന്നും ഏൽക്കുന്നില്ല. പൗലോസ് പറയുന്നു, ഞാൻ ഈ കഷ്ടത സഹിക്കുന്നതിന്റെ കാര്യം പിന്നത്തേതിൽ എനിക്കൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ദൈവമക്കൾ തിരിച്ചറിയണം, ഇന്നിന്റെ കഷ്ടതകളിൽ നാം തകർന്നു പോകുന്നവരാകരുത്. ദൈവമക്കൾക്ക് കഷ്ടതകൾ ഇവിടെ ദൈവം നിയമിച്ചിട്ടുള്ളതാണ്. നാം എല്ലാം വിവിധ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടവരാണ്, വിവിധ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകേണ്ടവരാണ്. ഒന്ന് മാറിയാൽ നമുക്ക് ഒരു പ്രയാസങ്ങൾ നമുക്ക് നേരെ വരും, അത് ജയിച്ചാൽ അടുത്ത പ്രയാസങ്ങൾ നമുക്ക് നേരെ വരും. നമ്മുടെ പരിശോധനകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് ഈ ഭൂമിയിൽ കർത്താവ് വച്ചിരിക്കുന്ന ആയുസോളം വിവിധ കഷ്ടങ്ങളിൽ കൂടി പ്രവേശിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. പക്ഷേ ഇന്നിന്റെ ആത്മീയ ഗോളങ്ങൾ നോക്കുമ്പോൾ കഷ്ടതകൾ സ്വീകരിക്കാൻ പലർക്കും ഇവിടെ മടിയാണ്, കഷ്ടതകൾ സ്വീകരിക്കാൻ പലർക്കും ഇവിടെ പ്രയാസമാണ്. കഷ്ടതയിൽ നിന്നും ഒരു വിജയത്തിന് വേണ്ടി ദൈവത്തോട് വഴി ചോദിക്കാതെ, ദൈവികമാകുന്ന അനുഭവങ്ങൾ ചോദിക്കാതെ സ്വയമായി അതിനെ ജയിക്കുവാൻ വഴികൾ തിരഞ്ഞെടുക്കുന്നവരേറെയാണ്. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയം വരുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, ഇന്ന് വരുന്ന കഷ്ടതയിലെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നറിയാതെ സ്വയമായി ഇതിനെ ജയിക്കുവാൻ വേണ്ടി മാനുഷികമായ ചില നിയന്ത്രണങ്ങൾ മുമ്പിലേക്ക് എടുക്കുമ്പോൾ അത് പരാജയത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നതല്ലാതെ അതിന് വിജയം നേടുവാൻ കഴിയത്തില്ല. കാരണം നമുക്ക് കഷ്ടതകളുണ്ട്. കഷ്ടതയിൽ ഒരു ദൈവഭക്തന്റെ, ഒരു ദൈവസഭയുടെ ഉറപ്പെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്കറിയാം ലോകത്തിൽ കഷ്ടമുണ്ട്, അത് അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മൾ കഷ്ടത അനുഭവിക്കുകയാണ്. കാരണം അത് നമ്മൾ യാഥാർത്ഥ്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. കഷ്ടതയുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. ധൈര്യപ്പെടാനും നമുക്ക് കഴിയുന്നില്ല. കാരണം ധൈര്യപ്പെടണമെങ്കിൽ നാം ദൈവത്തെ അറിയണം. ലോകത്തെ ജയിച്ച ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഇത് പൗലോസ് മനസ്സിലാക്കിയിട്ടുണ്ട്. നാം അപ്പോസ്തല പ്രവൃത്തിയാക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, രാത്രിയിൽ കർത്താവിന്റെ അരികിൽ വന്നിട്ട് എന്നോട് പറയുന്നു, നീ ധൈര്യമായിരിക്കുക. തന്നെ കരങ്ങളിൽ ബന്ധിച്ച് താൻ തടവിലായിരിക്കുമ്പോഴും പൗലോസ് പറയും, നീ കഷ്ടതയിൽ ഞാൻ ധൈര്യപ്പെടുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? കർത്താവിന്റെ അരികിലുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ തിരുവചനം അതുപോലെ നിങ്ങളോട് കൈമാറുകയാണ്. ഇന്നിന്റെ കഷ്ടതയിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോടൊപ്പമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്നിന്റെ പ്രയാസങ്ങളിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോടൊപ്പമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമല്ല. കഷ്ടതയിൽ ജയിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ഈ നേരിടുന്ന വിഷയങ്ങളെ അതിജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ കഷ്ടകാലത്തെ ഏറ്റവും അടുത്ത തുണയായി നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയാം, കഷ്ടതയിൽ നമ്മുടെ ദൈവം നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് കഷ്ടതയിൽ നാം തകരുന്നവരാകരുത്. കഷ്ടതകൾ വരുമ്പോൾ നാം അവിടെ തകരരുത്. അതിന്റെ നടുവിൽ ദൈവ പ്രവർത്തികൾ നാം എന്തെന്ന് മനസ്സിലാക്കുവാൻ നാം ദൈവത്തോട് ചോദിപ്പാനിടയായി തീരണം. കാരണം ഇവിടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവേശുവിൽ ബലം പ്രാപിക്കണം. കാരണം ഈ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ കഴിയാത്ത നിലകളിൽ പല വിധത്തിലാണ് പ്രതികൂലങ്ങൾ നേരെ വരുന്നത്. കാരണം പല നിലകളിലാണ് നമുക്ക് പ്രശ്നങ്ങൾ നേരെ വരുന്നത്. ചിലവർക്ക് ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് കയറുവാൻ കഴിയാതിരിക്കുന്നത് ഈ ലോകത്തിലുള്ള ചില വിഷയങ്ങളുടെ നടുവിൽ അവർ കുടുങ്ങിപ്പെടുകയാണ്. കാരണം ശുശ്രൂഷകളുണ്ട്. പിൻകാല അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ, പിൻപോട്ടുള്ള കാലങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ട അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. മണിക്കൂറുകൾ പ്രാർത്ഥിച്ച സമയം നമുക്ക് പറയാനുണ്ട്. ദൈവം ദർശനങ്ങൾ കൈമാറിയ അനുഭവങ്ങൾ നമുക്കുണ്ട്. വെളിപ്പാടുകൾ ദൈവം കൈമാറിയ അനുഭവങ്ങളുണ്ട്. എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഭൂതവഴി അഴിഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ പിറകിലുണ്ട്. ദേശത്തും സഭയിലും കുടുംബത്തിലും വരാൻ പോകുന്നതിനെ സ്വപ്നങ്ങളിൽ കൂടി ദർശനങ്ങളിൽ കൂടി നമ്മോട് കൈമാറിയ ഒരു പഴയ കാലം നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇന്നിന്റെ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ വെളിപ്പെടുന്നില്ല. സാഹചര്യങ്ങൾ നമ്മളെ തകർത്ത് കളയുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ,
ദൈവത്തിന്റെ ഹിതത്തിലേക്ക് ചെന്നെത്താൻ കഴിയാതെ, അകത്തെ മനുഷ്യൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ശക്തിപ്പെടാൻ കഴിയാതെ സാഹചര്യങ്ങൾ നമ്മളെ തകർക്കുകയാണ്. പക്ഷേ സാഹചര്യങ്ങൾ നമ്മളെ ചുറ്റിവളയുമ്പോൾ അതിന് നടുവിൽ നാം തകർന്നു പോകരുത്. ഞാൻ തിരുവചനത്തിൽ കൂടെ തന്നെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുൻപിൽ വെക്കാം. സ്തേഫാനോസ് എന്ന ദൈവഭക്തനെ നമുക്കറിയാം. ദൈവഭക്തൻ അദ്ദേഹം മേശമേൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഒന്നും കൂടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പന്തിയിൽ വിളമ്പാൻ വേണ്ടി തിരഞ്ഞെടുത്തവരാണ്. പക്ഷേ സ്തേഫാനോസ് വലിയ ഉപദ്രവത്തിൽ കൂടി പോകുകയാണ്. ക്രിസ്തുവിനെ, താൻ അറിഞ്ഞ ക്രിസ്തുവിനെ താൻ പരിചയപ്പെടുത്തിയപ്പോൾ, തനിക്ക് ദൈവം കൊടുത്ത ആലോചനകളെ കൈമാറിയപ്പോൾ തന്റെ നേരെ വന്നത് ആദരവല്ല, മറിച്ച് കല്ല് തന്റെ നേരെ വരുവാനിടയായി. പ്രതികൂലങ്ങൾ തന്റെ നേരെ വരുവാനിടയായി. അവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, അവർ ഒരുമിച്ച് ചെവി തപ്പിക്കൊണ്ട് ഇവന്റെ നേരെ ഓടി വരുവാനിടയായി തീർന്നു. കാര്യം, പ്രയാസങ്ങളുടെ നടുവിൽ താൻ ഒറ്റയ്ക്കത് അഭിമുഖീകരിക്കേണ്ടത് വന്നു. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് ആഗ്രഹിക്കുന്ന തലങ്ങളിൽ പ്രയോജനപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ആ പരീക്ഷയിൽ നമ്മോടൊപ്പം എല്ലാവരും കാണില്ല. ഒരുപക്ഷെ ആ പരീക്ഷയിൽ നാം തനിച്ചായിരിക്കണം അതിനെ അഭിസംബോധന ചെയ്യേണ്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപേ നോക്ക്, മത്തായി സുവിശേഷം 3-ാം അധ്യായം വരുമ്പോൾ വലിയ ഒരു ജനസമൂഹം, ആ ജനസമൂഹത്തിന് നടുവിൽ കർത്താവ് സ്വർഗം തുറന്നു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നിങ്ങൾ ഇവന് ചെവി കൊടുപ്പിൻ. ഈ ദൈവത്തിന്റെ വലിയ ശബ്ദങ്ങൾ അവിടെ മുഴങ്ങുമ്പോൾ അനേകർ കൂടെയുണ്ട്. പക്ഷേ മരുഭൂമിയിൽ പരീക്ഷയിലേക്ക് വിടുമ്പോൾ കർത്താവ് ഏകനായി പോയി. ഇന്ന് പ്രഭാതത്തിലും ദൈവാത്മാവിൽ ഞാൻ പറയാം, പരീക്ഷകൾ അനുഭവിക്കുന്നവൻ ഒരു കൂട്ടമായല്ല, വ്യക്തിപരമായി പരീക്ഷകളെ നേരിടുവാൻ കരുത്തും ബലവും പ്രാപിക്കുന്നവരായി തീരണം ദൈവസഭ എന്നുള്ളത്. കാരണം കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിച്ചപ്പോൾ ഏകനായി കർത്താവ് പരീക്ഷയ്ക്ക് പോയി. ആ പരീക്ഷയുടെ മുൻപിൽ അതിന്റെ അവസാന ഭാഗം നമുക്ക് മനസ്സിലാകുന്നത്, പിശാച് വന്ന് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാച് വന്ന് യേശുവിനെ പരീക്ഷിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞുള്ള പരീക്ഷയാണ് അവിടെ കർത്താവിന് കൊടുത്തത്. കർത്താവിന്റെ ശുശ്രൂഷ വെളിപ്പെടാതിരിക്കുവാൻ, ഇത് കഴിഞ്ഞാൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്, വലിയ ദൈവിക പ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ്, ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ പ്രയോജനപ്പെടാൻ വേണ്ടി ദൈവപുത്രൻ നിൽക്കുകയാണ്. ഉപവാസത്തിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നേരെ വന്നത് ആവശ്യം അറിഞ്ഞുള്ള പരീക്ഷ. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നാം മറന്നു പോകരുത്, നമ്മുടെ അകത്തെ മനുഷ്യൻ ജ്വലിക്കപ്പെടാതെ വണ്ണം നമുക്ക് നേരെ വരുന്നത് ശത്രുവായവൻ ആവശ്യമറിഞ്ഞ് നമുക്ക് പരീക്ഷ തരും. ആ പരീക്ഷ ജയിക്കുവാൻ നാം കൃപ പ്രാപിക്കുന്നവരായി തീരണം ദൈവമക്കൾ എന്നുള്ളത്. കാരണം സ്തേഫാനോസ് എന്ന ദൈവഭക്തൻ, തന്റെ നേരെ കല്ലാണ് വരുന്നത്, താൻ അതിനെ നേരിട്ട് ഒറ്റയ്ക്ക് അതിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? താൻ തല ഉയർത്തി താൻ സ്വർഗത്തിലേക്ക് നോക്കുവാനിടയായി തീർന്നു. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ താൻ ഉയരത്തിലേക്ക് നോക്കുവാനിടയായി തീർന്നു. ജയിപ്പാൻ ഒരു വഴി മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. നമുക്ക് നേരെ പ്രതികൂലങ്ങൾ വരട്ടെ, നമുക്ക് നേരെ വേദനകൾ വരട്ടെ, പരീക്ഷകൾ നമ്മളെ ചുറ്റുവളഞ്ഞു കൊള്ളട്ടെ, ദൈവസഭയ്ക്ക് ജയിക്കുവാനുള്ള ഒരു കാര്യം എന്നുള്ളത് മുഴങ്കാൽ മടക്കി ഉയരത്തിലേക്ക് നോക്കുവാനുള്ള കരുത്തുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഈ പരീക്ഷ ഇന്ന് നീ ഒറ്റയ്ക്കാണ് അനുഭവിക്കുന്നതെങ്കിൽ, ഇന്നത്തെ നേരിടുന്ന വിഷയങ്ങൾ ഒറ്റയ്ക്കാണ് അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ, ഉറപ്പിന് വേണ്ടി ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവാലോചന കൈമാറാം, ഉയരത്തിലേക്ക് തല ഉയർത്തുവാൻ തയ്യാറാക്. കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. കാര്യം ദൈവം ആഗ്രഹിക്കുന്നത്, അകത്തെ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. പക്ഷെ പ്രയോജനപ്പെടാൻ കഴിയാതെ ഈ ലോകത്തിന്റെ ചില വിഷയങ്ങൾ തകർക്കുകയാണ്. പലർക്കും വരുന്ന വിഷയങ്ങൾ സാമ്പത്തികമായ വിഷയങ്ങളാണ് ഇന്ന് പലർക്കും ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടാൻ കഴിയാതിരിക്കുന്നത്. ചില ഇടങ്ങളിൽ അതിരിടുകയാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം, നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധികളൊന്നും നമ്മളെ തകർക്കത്തില്ല. അതാണ് ഞാൻ ഉറപ്പിന് ആദ്യമേ പറഞ്ഞത്, കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. പക്ഷേ നമുക്ക് നേരെ പരിശോധനകളും പ്രതിസന്ധികളും വരുമ്പോൾ ഒരു കാര്യം അറിയണം, അതിനെ ജയിക്കുവാനുള്ള വഴി നമ്മൾ തിരഞ്ഞെടുക്കരുത്. ഈ പരിശോധന ജയിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്താൻ പോകരുത്. നമ്മൾ കണ്ടെത്താൻ പോയാൽ അത് പരാജയത്തിലേക്ക് ചെന്ന് നിൽക്കും. മറിച്ച് ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കാൻ തയ്യാറാക്. അതിനുള്ള വഴികളെ തുറന്നു തരുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. കാര്യം പലർക്കും ഇന്ന് കഷ്ടത എന്നുള്ളത് വളരെ പേടിയാണ്. നമ്മൾ കഷ്ടതയിൽ അകപ്പെടുമ്പോൾ, എന്താണ് ഈ കഷ്ടതയിൽ എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്? പല നിലയിൽ നമ്മൾ കർത്താവിനെ ചോദ്യം ചെയ്യുന്നവരായി മാറുകയാണ്. ഉറപ്പിന് ഞാനൊരു കാര്യം പറയാം,
കഷ്ടതയിൽ മാത്രമാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. കാരണം യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ ഇതാ ഇവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിളിച്ചു പറയണമെങ്കിൽ താൻ മരുഭൂമിയിൽ താൻ ആ ദൈവ വെളിപ്പാട് പ്രാപിപ്പാനിടയായി തീർന്നു. കാര്യം കഷ്ടതയിൽ മാത്രമാണ് കർത്താവിന്റെ വെളിപ്പാടുകളെ നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. കാരണം വ്യക്തിപരമായി നമ്മൾ നിരവധി കഷ്ടങ്ങളിലേക്ക് പോകും. ഈ കഷ്ടതയുടെ നടുവിൽ കർത്താവ് നമ്മളോട് സംസാരിപ്പാനിടയായിത്തീരും. നീളുന്ന കഷ്ടതകൾ വരുമ്പോഴേ അതിന്റെ നടുവിൽ ദൈവമക്കൾ ഓർത്തോണം, എന്തോ വലിയ കാര്യം കർത്താവിന് എന്നോട് പറയാനുണ്ട്. കർത്താവ് കഷ്ടതയുടെ നടുവിൽ മാത്രമാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. പഴയ നിയമ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഭക്തനാണ്, ഏറ്റവും വലിയ പരീക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബ് എന്നുള്ളത്. ഇയ്യോബിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബിന്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുന്ന കാണാൻ കഴിയുന്നുണ്ട്. ഇയ്യോബിനെ പറ്റി പറയുന്നുണ്ട്, ഇയ്യോബിന് 7 പുത്രന്മാർ, 3 പുത്രിമാർ, 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, 500 കാള, 500 പെൺകഴുത, ഇങ്ങനെ തുടങ്ങി ഇയ്യോബിനെ പറ്റിയുള്ള ലോകത്തിന്റെ സകല മഹത്വത്തെയും ഇയ്യോബ് എന്താണ് മഹത്വീകരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ എടുത്തു കാണിക്കുകയാണ്. ഇയ്യോബിന്റെ മഹത്വത്തെ, അവൻ സകല പൂർവഗസ്തികളിലും മഹാനായിരുന്നു എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഇയ്യോബിന്റെ ലോകത്തിലുള്ള തന്റെ മഹത്വത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം അറിയണം, ഈ 1-ാം അധ്യായത്തിൽ തന്നെ ലോകം എന്തിനാൽ ഇയ്യോബിനെ മഹത്വപ്പെടുത്തിയോ അതിനെ എല്ലാം ദൈവം അവിടെ നഷ്ടപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ദൈവഭക്തനെ മഹത്വപ്പെടണമെങ്കിൽ ലോകത്തിന്റെ ആവശ്യമില്ല. നമുക്ക് പണം കൊണ്ട് മഹത്വപ്പെടേണ്ട കാര്യം നമുക്കില്ല, പദവി കൊണ്ട് മഹത്വപ്പെടേണ്ട കാര്യം നമുക്കില്ല. നമ്മുടെ മഹത്വം നമ്മുടെ കർത്താവാണ്. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ മഹത്വമുള്ളവർ തന്നെയാണ്. പക്ഷേ ഇയ്യോബിനെ ഇവിടെ മഹാനാക്കി വെച്ചത് ഈ ലോകത്തിന്റെ കണ്ണിൽ ഇയ്യോബിന്റെ സകല നന്മകളും മഹാനാക്കി ഇയ്യോബിനെ വെളിപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം അറിയണം, ആ മഹത്വത്തെ എല്ലാം ദൈവം നഷ്ടപ്പെടുത്തി ഇയ്യോബിനെ വലിയ കഷ്ടതയിലേക്ക് ദൈവം എടുത്തിടാനിടയായി. കാരണം ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ ഒറ്റ നിമിഷം കൊണ്ട് അവിടെ കാണുന്ന പെട്ടെന്ന് എന്നുള്ള പദം നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ക്ഷണനേരത്തിൽ ധനികനായ ഇയ്യോബ് ദരിദ്രനായി തീർന്നു. ക്ഷണനേരത്തിൽ ആരോഗ്യമുള്ള ഇയ്യോബ് അവൻ മെലിഞ്ഞവനായി തീർന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ദൂരത്ത് നിന്ന് നോക്കിയാൽ കണ്ടാൽ തിരിച്ചറിയാത്ത നിലകളിൽ കൂടി അവൻ രോഗത്താൽ ഭാരപ്പെടുവാനിടയായി തീർന്നു. പല നിലകളിൽ കൂടി ക്ഷണനേരത്തിൽ ഇയ്യോബിന് നേരെ പ്രതിസന്ധികൾ വന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നിന്റെ കഷ്ടതകൾ നമ്മൾ അനുഭവിച്ചത് ക്ഷണനേരത്തിലല്ലേ? എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ കയറിയതെന്ന് പലപ്പോഴും നാം ചോദിക്കുന്നവരല്ലേ? കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രയാസങ്ങൾ എവിടുന്ന് വന്നു എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നവരല്ലേ? പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വന്നത്. പെട്ടെന്നാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലേക്കും കഷ്ടങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. കാരണം പെട്ടെന്ന് ചില കഷ്ടങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് എന്തോ വലിയ കാര്യം നമ്മളോട് സംസാരിക്കാനുണ്ട്. കാര്യം ഈ പരിശോധനകൾ ഇയ്യോബിന് വന്നു കഴിഞ്ഞപ്പോൾ ഇയ്യോബ് ഭക്തന്റെ ജീവിതത്തിൽ താൻ ദൈവസന്നിധിയിൽ അടുക്കുകയുണ്ടായി. പക്ഷേ പിശാചിന്റെ അതിന്റെ പിന്നിൽ ലക്ഷ്യമെന്നുള്ളത് ഇയ്യോബിന്റെ ഭക്തിയെ എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തി കളയണം. കാര്യം പിശാച് പറഞ്ഞ കാര്യം ഒരു കാര്യമുള്ളൂ, ദൈവത്തോടും പിശാച് പറഞ്ഞു, ഇവൻ വെറുതെയോ ഇവന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്? ഒന്നും കൂടി പറഞ്ഞാൽ, ഇവൻ വെറുതെയാണോ നിന്നെ ആരാധിക്കുന്നത്? നീ ഇവന് ചുറ്റുമുള്ളതെല്ലാം വേലി കെട്ടി ഇവനെ സൂക്ഷിക്കുന്നത് കൊണ്ടും ഇവന്റെ മൃഗസമ്പത്തിനെ അനുഗ്രഹിച്ചത് കൊണ്ടും മാത്രമാണ് ഇയ്യോബ് നിന്നെ ആരാധിക്കുന്നത് എന്ന് പിശാച് ദൈവത്തോട് പറഞ്ഞു. കാരണം ഈ ലോകത്തുള്ളതെല്ലാം ദൈവം അവന് കൊടുത്തത് കൊണ്ടാണ് ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവമക്കളെ, നമ്മൾ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരരുത്. നമ്മുടെ ധനസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി നമ്മൾ തീരരുത്. ഇയ്യോബ് പറയുകയാണ്, ഇയ്യോബിനെ പറ്റി ഇവിടെ പറയുകയാണ്, പിശാച് പറയുന്നു, നീ അവനുള്ള ചുറ്റും വേലി കെട്ടി അവന്റെ മൃഗസമ്പത്തിനെ എല്ലാം നീ അനുഗ്രഹിച്ചത് കൊണ്ടാണ് അവൻ നിന്നെ ആരാധിക്കുന്നത്. നീ നിന്റെ തൃക്കൈ നീട്ടി അവനെ എന്ന് തൊടുക, അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. പിശാച് മുൻപിൽ വെച്ച ലക്ഷ്യമെന്നുള്ളത് ഇയ്യോബിന്റെ ഭക്തിയെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണം. പക്ഷേ ഈ ഭക്തിയെ തകർത്ത് കളയുവാൻ പല നിലകളിലാണ് പിശാച് തന്ത്രമൊരുക്കിയത്. തന്റെ ഭാര്യ ഇയ്യോബിനോട് പറഞ്ഞു, ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചു കൊള്ളണമോ? നീ ഈ ദൈവത്തെ മറന്നു കളഞ്ഞിട്ട് നീ പോയി ചത്തുകള. കാരണം ഇയ്യോബിന്റെ ഭക്തിയെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പല നിലകളിൽ കൂടിയാണ് പിശാച് അവിടെ തന്ത്രമൊരുക്കുവാനിടയായി തീർന്നത്. അതുമാത്രമല്ല, ഇയ്യോബിനെ കഷ്ടതയിൽ ആശ്വസിപ്പാൻ വന്ന തന്റെ സഹോദരന്മാർ
ദൂരത്ത് നിന്നും ഇയ്യോബിനെ കണ്ടിട്ട് 7 രാപ്പകൽ തന്നോടൊപ്പം നിലത്തിരുന്നിട്ട് സഹോദരൻ ഒരുവൻ എഴുന്നേറ്റ് പറയുന്ന കാര്യമുണ്ട്, നിന്റെ ഭക്തി നിന്റെ ആശ്രയമാണ്. പക്ഷെ ഒരു കാര്യം നീ അറിയണം, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുണ്ട്, നിർദോഷിയായി നശിച്ചവൻ ആരുണ്ട്, അന്യായം മുഴുകുന്നവൻ അത് തന്നെ കൊയ്യുമെന്ന് പറഞ്ഞു. കാര്യം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഈ കഷ്ടതകൾ വന്നതെല്ലാം നിന്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണെന്ന് തന്നെ ആശ്വസിപ്പാൻ വന്നവര് പോലും പറഞ്ഞപ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു ഭാഗമുണ്ട് എന്നെ വളരെ ചിന്തിപ്പിച്ചത്. നിങ്ങൾ ആരെന്റെ പ്രത്യാശയെ കാണും? അത് പാതാളത്തിന്റെ ഓടാമ്പലോളം ഇറങ്ങിച്ചെല്ലുന്നതാണ് എന്റെ പ്രത്യാശ എന്നുള്ളത്. ഒന്നും കൂടി പറഞ്ഞാൽ ഇത്രമാത്രം പരിശോധനകൾ, പ്രതിസന്ധികൾ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ 38-ാം അധ്യായത്തിൽ ദൈവം ഇയ്യോബിനോട് പറയുകയാണ്, ഇനി നീ പുരുഷനെ പോലെ അരമുറുക്കണം. ഓക്കെ, 1-ാം അധ്യായത്തിൽ പ്രാരംഭത്തിൽ പറയുന്ന വാക്യമുണ്ട്, ഇയ്യോബിനെ കുറിച്ച് പറയുകയാണ്, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവിടെ മഹത്വത്തിൽ ഇയ്യോബിനെ പുരുഷനായി വെളിപ്പെടുത്തിയിട്ട് ഈ 38-ാം അധ്യായത്തിൽ ദൈവാത്മാവ് പറയുകയാണ്, ഇനി നീ പുരുഷനെ പോലെ അരമുറുക്കണം. അർത്ഥാൽ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഭാഗത്തിൽ മനസ്സിലായത് 1-ാം അധ്യായത്തിലെ ഇയ്യോബിന്റെ ജഡസ്വഭാവമുള്ള ഇയ്യോബിന്റെ സകലതിനെയും കർത്താവ് തകർത്തിട്ട് ഇയ്യോബിനുള്ള ആത്മീയ മനുഷ്യനെ ദൈവം ഉണർത്തിയെടുത്തു. കഷ്ടതയുടെ നടുവിൽ തന്റെ ജഡപ്രകാരമുള്ള സകലതിനെയും ദൈവം തകർത്തു കളഞ്ഞിട്ട് ആത്മീയ മനുഷ്യനെ ദൈവം അവിടെ എഴുന്നേൽപ്പിപ്പാൻ ഇടയായി തീർന്നു. എന്നിട്ട് ഇയ്യോബ് പറയുന്ന ഒരു കാര്യം അവിടെയുണ്ട്, എന്നെ വീണ്ടെടുത്തവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഈ കഷ്ടതയുടെ നടുവിൽ ഇയ്യോബ് ക്ഷണികനായി പോയില്ല. ഈ കഷ്ടതയുടെ നടുവിൽ ഇയ്യോബ് ഭക്തൻ തകർന്നു പോയില്ല. മറിച്ച് ഇയ്യോബ് ഭക്തൻ കഷ്ടതയുടെ നടുവിൽ പുനരുത്ഥാനത്തിന്റെ വെളിപ്പാട് പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയാം ദൈവമക്കളെ, ഇന്നിന്റെ അനുഭവത്തിൽ ദൈവാത്മാവിന് രഹസ്യകരമായ ദൈവ പദ്ധതികൾ നമ്മളോട് കൈമാറാനുണ്ട്. ദൈവികമാകുന്ന അനുഭവങ്ങൾ കൈമാറാനുണ്ട്. ഈ കഷ്ടതയുടെ നടുവിൽ അതിനെ ജയിക്കുവാൻ സ്വയമാർഗങ്ങൾ തിരഞ്ഞെടുത്ത് ദൈവഹിതത്തിന് നാം വിരാമമിടാതെ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, ഈ കഷ്ടതയുടെ നടുവിലെ ദൈവ പ്രവർത്തികൾ അനുഭവിപ്പാൻ വേണ്ടി അതിന് സമർപ്പണമുള്ളവരായി നാം കടന്നു ചെല്ലാൻ തയ്യാറായാൽ കഷ്ടതയിൽ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. യോബ് കഷ്ടതയിൽ പ്രാപിച്ചതാണ് പുനരുത്ഥാനത്തിന്റെ വെളിപ്പാട്. എന്നെ വീണ്ടെടുത്തവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്ത എന്റെ ദൈവം, അവനൊടുവിൽ അവൻ പൊടിമേൽ എഴുന്നേറ്റ് നിൽക്കുമെന്നുള്ള പുനരുത്ഥാനത്തിന്റെ വെളിപ്പാട് യോബ് പ്രാപിച്ചത് കഷ്ടതയുടെ നടുവിലാണ്, അല്ലാതെ സുഖകരമായ അനുഭവത്തിനല്ല. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, ഇന്നിന്റെ കഷ്ടതകളിൽ ദൈവത്തിന് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കാനുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ നാം അതിനെ ജയിക്കുവാൻ വഴികൾ തിരഞ്ഞെടുത്താൽ, നാം അതിനെ ജയിക്കുവാൻ പല മാർഗങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് പരാജയങ്ങളാണെന്നും കൂടി പറഞ്ഞാൽ ദൈവ പദ്ധതികൾക്ക് നാം അവിടെ തടസ്സമിടുവാൻ കാരണമായി തീരും. അതുകൊണ്ട് ഈ കഷ്ടതയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായി നാം തീരണം. ഞാൻ ഭാഗത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥനയിൽ 1-ാമത്തെ പദമാണ്, തന്റെ അകത്തെ മനുഷ്യൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ താൻ ക്രിസ്തുവേശുവിൽ ഞങ്ങൾ ബലപ്പെടണം. കാരണം തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം അകത്തെ മനുഷ്യൻ. ദൈവമക്കളെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുത്തവരാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ യോഗ്യതകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന പൗലോസ് തന്നെ ഈ 3-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എന്നെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിന്? കർത്താവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തു. റോമൻ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അവൻ മുൻ നിയമിച്ച വാഗ്ദത്തത്തിനായി അവൻ എന്നെ വേർതിരിച്ചു അപ്പോസ്തലനായിട്ട്, എന്നെ വേർതിരിച്ച് കർത്താവിനെ തിരഞ്ഞെടുപ്പാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ട കാര്യം, കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ കൂടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ദൈവത്തെ അറിയാതെ, ദൈവത്തിന്റെ വഴികൾ അറിയാതെ, നിത്യജീവന്റെ അനുഭവങ്ങൾ അറിയാതെ, പിശാചിന്റെ കരങ്ങളാൽ നാം ബന്ധിക്കപ്പെട്ട് നാശത്തിൻ്റെതാകുന്ന പടുകുഴിയിലേക്ക് പോയ സമയങ്ങളിൽ ഈ വഴിത്താരകൾ ഇറങ്ങി വന്ന് പിശാചിന്റെ തലയെ തകർത്ത് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തി. കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിലെ മഹാത്മ്യം നാം മനസ്സിലാക്കണം. കാരണം ഈ വഴിയിൽ നഗരമാകുന്ന വിഷയങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് നാശത്തിലേക്ക് നാം പോയ സമയങ്ങളിൽ
പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് നിത്യജീവന്റെ വഴികൾ അറിയാതെ, ഈ സന്തോഷം അനുഭവിക്കാതെ, ഈ സമാധാനം അനുഭവിക്കാതെ നാശത്തിലേക്ക് പോയ നമ്മുടെ വഴിത്താരയിൽ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് അവിടെ നിന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മളെ നിത്യതയുടെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും വഴിയിലേക്ക് നമ്മളെ നടത്തി ആ മാർഗത്തിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്തവരാണ് നാം. ദൈവത്താൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കാര്യം പലപ്പോഴും നമുക്ക് നമ്മുടേതാകുന്ന വിലകൾ മനസ്സിലാകാൻ കഴിയാതെ പോവുകയാണ്. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സങ്കീർത്തനക്കാരൻ 4 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് നാം. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേർതിരിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ദൈവമക്കളെ, വേർതിരിക്കപ്പെട്ട നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്ത് ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ അത് വേഗത്തിൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൗത്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം അറിഞ്ഞതിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഒന്നുകൂടി പറഞ്ഞാൽ, നാം മനസ്സിലാക്കിയ നമ്മുടെ കർത്താവിനെ, നമ്മൾ അടുത്തറിഞ്ഞ നമ്മുടെ ദൈവത്തെ മറ്റുള്ളവരുമായിട്ട് പറയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്നുള്ളത്. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പക്ഷേ നാം നമ്മുടെ ദൗത്യം ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. കാര്യം നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇന്നത്തെ അവസ്ഥകളിൽ പല വിഷയങ്ങളുടെ നടുവിൽ നാം ബന്ധിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് പകൽക്കാലം ഈ വചനം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ തിരിച്ചറിയണം. കർത്താവിനെ തിരഞ്ഞെടുത്തത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടിയാണ് കർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകുവാനിടയായി തീരരുത്. ഞാൻ എന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുയേശുവിൽ ബലപ്പെടണം. കാരണം താൻ പ്രാർത്ഥിക്കുന്ന ആ അവസ്ഥയാണ് തന്നെ നമുക്കിവിടെ പ്രത്യാശ ഉണ്ടാക്കുന്നത്. കാര്യം കഷ്ടതയുടെ നടുവിൽ താൻ കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെടുമ്പോഴും പൗലോസിന്റെ പ്രാർത്ഥനയും ആഗ്രഹവും ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടണം എന്നുള്ളതാണ്. കാര്യം പൗലോസിനറിയാം, ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഞാൻ കാരാഗൃഹത്തിലാണെങ്കിലും എന്റെ പ്രാണനും എന്റെ ശരീരവും എന്റെ കർത്താവിന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതനാണ്. ഒരു കാര്യം ദൈവമക്കൾ അറിയണം, നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ കണ്ടിട്ട് അതിനെയാണ് നാം ഭയപ്പെടുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ആത്മാവിൽ ഉറയ്ക്കണം. നാം ഭയപ്പെടേണ്ടത് വിഷയങ്ങളെയല്ല, മറിച്ച് നാം നമ്മുടെ കർത്താവിന്റെ കരത്തിൽ സുരക്ഷിതരാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം വരുവാൻ തയ്യാറായി തീരണം. കാര്യം പൗലോസിന്റെ നോക്കുമ്പോൾ തന്റെ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ശാരീരികമായി പ്രതിസന്ധികൾ തനിക്കുണ്ട്. പക്ഷേ പൗലോസിന്റെ പ്രത്യേകത, ദൈവമറിയാതെ യാതൊന്നിനും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ തലകളിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നും ഒന്ന് താഴെ വീഴണമെങ്കിൽ ദൈവം അറിയണം. ഒരു കാര്യം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ അറിയേണ്ടത്, കഷ്ടതയുടെ നടുവിലും ദൈവമറിയാതെ നമുക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്ന ഭാഗം ഇങ്ങനെയുണ്ട്, യഹോവേ നീ ഞങ്ങളെ പരീക്ഷിച്ചു, വെള്ളി തീയിൽ ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളുടെ കാലുകളെ വലമേൽ കുടിക്കുമാറാക്കി, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ ഓടിക്കുമാറാക്കി. കാര്യം ഈ ദൈവത്തിന്റെ പരിശോധനകളെ കണ്ടിട്ട് ഭക്തൻ പറയുന്നു, യഹോവേ നീ ഞങ്ങളെ പരിശോധിച്ചു. ദൈവത്തിന്റെ പരിശോധനകളെ തിരിച്ചറിഞ്ഞിട്ട് ഭക്തൻ പറയുകയാണ്, നീ ഞങ്ങളുടെ കാലുകളെ വലമേൽ കുടിക്കുമാറാക്കി. നീ ഞങ്ങളെ തീയിലും വെള്ളത്തിൽ കൂടി ഞങ്ങൾ കടക്കേണ്ടതായി വന്നു. മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ നീ ഓടിക്കുമാറാക്കി. ഈ കഷ്ടതയുടെ അട്ടിയട്ടിയായിട്ട് ഭാഗങ്ങൾ പറഞ്ഞിട്ട് ഭക്തൻ പറയുകയാണ്, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കാരണം ഒരു ദൈവഭക്തന്റെ പ്രത്യാശ എന്നുള്ളത് ഈ കഷ്ടതയുടെ നടുവിൽ വരുമ്പോൾ ഇത് പറയണമെന്നുണ്ടെങ്കിൽ നാം ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ് എന്നുള്ള തിരിച്ചറിവാണ്. വെള്ളി തീയിൽ ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. കാര്യം വെള്ളി ഊതിക്കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയാണ്. കാരണം തീ അവിടെ ചൂട് കൂടുകയില്ല. കാര്യം ചൂട് കൂടിക്കഴിഞ്ഞാൽ വെള്ളി നഷ്ടപ്പെട്ടു പോകും. ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരം ആഗ്രഹിക്കുന്ന നിലകളിൽ പോകില്ല. ഒരു പരിധിയായ നിലകളിൽ കൂടിയാണ് ഇതിനെ ശുദ്ധീകരിച്ചിരിക്കുന്നത്.
കാരണം എന്തിനു വേണ്ടി? അനേകർക്ക് പ്രയോജനപ്പെടുന്നതായി തീരുവാൻ വേണ്ടി. എങ്കിലും ഒരു കാര്യം അറിയണം, ഈ തീയിൽ കൂടി കടന്നു പോകുമ്പോഴും, ഈ പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോഴും, ഈ കാലുകളെ വലമേൽ കുടുക്കുമാറാക്കുമ്പോഴും, മനുഷ്യരെ തലമേൽ ഓടിക്കുമാറാക്കുമ്പോഴും സങ്കീർത്തനക്കാരന്റെ പ്രത്യാശ എന്നുള്ളത് വെള്ളി തീയിൽ ഊതിക്കഴിക്കും പോലെ ആ വ്യക്തിയുടെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ കരത്തിൽ സുരക്ഷിതനാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന നിലകളിലേക്ക് വരണമെങ്കിൽ കർത്താവ് നമ്മളെ പരിശോധിക്കും, ദൈവം നമ്മളെ പരീക്ഷിക്കും. ദൈവത്തിന്റെ പരീക്ഷകളിൽ കൂടി കടന്നുപോയി വിജയം നേടുന്ന വ്യക്തിക്ക് മാത്രമാണ് ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രയോജനപ്പെടാൻ കഴിയും. പലർക്കും ഇന്നിന്റെ വിഷയങ്ങളിൽ നമ്മളെ ചുറ്റിവലയുന്ന പ്രതിശോധനയുടെ നടുവിൽ നാം അതിനെയാണ് ഭയപ്പെടുന്നത്. കാരണം പൗലോസ് ഈ എഫെസ്യ ലേഖനം പഠിക്കുന്നവർക്കറിയാം, ഈ പഠന വിഷയത്തിൽ തന്നെ ആകെ വിഷയം എന്നുള്ളത് ക്രിസ്തുവിൽ എന്നുള്ള ടോപ്പിക്കാണ്. കാരണം നാം ക്രിസ്തുവിൽ എന്നാണ് പൗലോസ് പറയുന്നത്. കാര്യം ഈ 1-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. കാരണം ഈ പൗലോസ് പറയുന്നുണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. എന്നിട്ട് ഈ 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് നമ്മളെ പരിശുദ്ധാത്മാവിൽ മുദ്രയേൽക്കപ്പെട്ടവരാണ് നാം, പരിശുദ്ധാത്മാവിൽ മുദ്രയേൽക്കപ്പെട്ടവരാണ്. എന്നിട്ട് ഈ സഭയോട് പൗലോസ് പ്രാർത്ഥിച്ചു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. കാരണം ക്രിസ്തുവിലല്ലാത്തവർക്ക് ഞാൻ ക്രിസ്തുവിലാണ് എന്നുള്ള ഉറപ്പ് വരാത്തവരാണ് പരിശോധനയുടെ നടുവിൽ പതറിപ്പോകുന്നത്, ഭാരപ്പെട്ടു പോകുന്നത്. പക്ഷേ പൗലോസ് പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. നാം ക്രിസ്തുയേശുവിൽ നാം സുരക്ഷിതരാണ്, നാം ദൈവത്താൽ മുദ്രയേൽക്കപ്പെട്ടവരാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയേൽക്കപ്പെട്ടവരാണ്. കാരണം ആ മുദ്ര എന്ന വാക്കിന് തന്നെ പല അർത്ഥങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, മുദ്ര എന്നുള്ളത് സെക്യൂരിറ്റിയാണ്. 2, മുദ്ര എന്നുള്ളത് തിരഞ്ഞെടുപ്പാണ്, അതോറിറ്റിയാണ്. ഇങ്ങനെ പല അർത്ഥങ്ങളിൽ കൂടി അതിനെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം നാം ദൈവത്താൽ മുദ്രയേൽക്കപ്പെട്ടവരാണ്. ഒന്നും കൂടി പറഞ്ഞാൽ കർത്താവാണ് നമ്മുടെ സെക്യൂരിറ്റി. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവയാണ് പരിച, യഹോവയാണ് നമുക്ക് വേണ്ടി പരിചയായി വെളിപ്പെടുന്നത്. ഇവിടെ പൗലോസ് തന്റെ സഹോദരന്മാരെ പറഞ്ഞുറപ്പിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നാം ദൈവത്താൽ സുരക്ഷിതരാണ്, നാം ദൈവത്താൽ സെക്യൂരിറ്റികളാണ്, നാം ദൈവത്താൽ നാം ചുറ്റളയപ്പെട്ടിരിക്കുന്നവരാണ്. യാതൊന്നിനും നമ്മളെ തകർത്ത് കളയാൻ കഴിയില്ല. കാരണം ഈ മുദ്ര എന്നുള്ള വാക്ക് പൗലോസ് പറയുമ്പോൾ തന്നെ ഈ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, അബ്രഹാമിൽ കൂടി ജാതികളായ പരിശുദ്ധാത്മാവെന്ന ആ ജ്ഞാനത്തെയാണ് ഇവിടെ അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഈ ഗലാത്യ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവുള്ള അനുഗ്രഹം പ്രാപിച്ച് നാം ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ്, ഈ മുദ്രകളാൽ നാം മുദ്രയേൽക്കപ്പെട്ടവരാണ്. പക്ഷേ ഈ സംരക്ഷണത്തിലായിരിക്കുന്ന നമ്മളെ യാതൊരുവിധ സംഭവങ്ങൾക്കും തകർത്ത് കളയുവാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവുകൾ ദൈവമക്കൾക്കുണ്ടായിരിക്കണം. കാര്യം നാം നമ്മുടെ കർത്താവിനെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിലെ സംരക്ഷകനായ നമ്മുടെ കർത്താവിനെ റോമൻ ഗവൺമെന്റിന്റെ മുദ്ര ചാർത്തിയ ഇടങ്ങളിൽ നിന്നും, കല്ലുരട്ടി വെച്ചിടങ്ങളിൽ നിന്നും അതിനൊന്നും കർത്താവിനെ ഒതുക്കി കളയുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ദൈവമക്കൾ അറിയണം. കാര്യം പീലാത്തോസിനോട് അവിടെയുള്ള ജനങ്ങൾ കടന്നുവന്ന് പറയുന്ന കാര്യം ഇങ്ങനെയുണ്ട്, ആ ചതിയൻ ജീവിച്ചിരുന്ന കാലത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, അവൻ മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, അതുകൊണ്ട് ഈ കല്ലറ ഞങ്ങൾക്കൊന്ന് സുരക്ഷിതമാക്കണം. അപ്പൊ പീലാത്തോസ് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ പോയി ആവുന്നിടത്തോളം സുരക്ഷിത ഉറപ്പാക്കിക്കൊള്ളുവിൻ. അവർ പോയി റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിച്ചു, കല്ലുരട്ടി വെച്ചു, പടയാളികളെ കാവൽ നിർത്തി. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ മുദ്രയേൽക്കപ്പെട്ടവനെ ഈ ഒരു വിഷയങ്ങൾക്കൊന്നും തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവമക്കൾ അറിയണം, പരിശുദ്ധാത്മാവിനാൽ സുരക്ഷിതരായ നമ്മളെ യാതൊന്നിനും തകർത്ത് കളയുവാൻ കഴിയത്തില്ല. ഇന്ന് നമ്മളെ തകർക്കുന്ന വിഷയങ്ങൾ എന്താണ്? ഇന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്താണ്? ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയം എന്താണ്? ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഹൃദയം വിവേചിച്ച് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയാം, ഇന്ന് നമ്മളെ പരിശോധനപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ നാം അതിനെ വലിപ്പമായി കാണരുത്. നാം ദൈവസന്നിധിയിൽ സുരക്ഷിതരാണ്, നാം ദൈവത്താൽ മുദ്രയേൽക്കപ്പെട്ടവരാണ്. ദൈവത്താൽ സുരക്ഷിതരായ നമ്മളെ തടുക്കുവാനും തകർക്കുവാനും യാതൊന്നിനും കഴിയില്ല എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം, ഞാൻ ദൈവത്താൽ സുരക്ഷിതനാണ്.
യാതൊന്നിനും എന്നെ തകർപ്പാൻ കഴിയില്ല. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലവും ധൈര്യത്തോടെ നമ്മുടെ വിഷയങ്ങളെ നോക്കി പറയണം, ഞാൻ എൻ്റെ കർത്താവിനാൽ സുരക്ഷിതനാണ്, ഞാൻ എൻ്റെ ദൈവത്താൽ സുരക്ഷിതനാണ്. ഞാൻ സുരക്ഷിതനായിരിക്കുന്നിടത്തോളം കാലം യാതൊന്നിനും എന്നെ തകർത്ത് കളയുവാൻ കഴിയില്ല. പിശാചിനാകട്ടെ, വാഴ്ചകൾക്കാകട്ടെ, അധികാരങ്ങൾക്കാകട്ടെ, ഈ ലോകത്തിലുള്ള യാതൊരു വിഷയങ്ങൾക്കാകട്ടെ എന്നെ തകർത്ത് കളയുവാൻ കഴിയില്ല. ഞാൻ എൻ്റെ ദൈവത്താൽ സുരക്ഷിതനാണ്. ദൈവമക്കളെ, ഇതിൽ കൂടുതൽ നമുക്ക് പ്രശംസിപ്പാൻ മറ്റൊന്നുമില്ല. പൗലോസിന്റെ തിരിച്ചറിവ്, താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസിന്റെ തിരിച്ചറിവ് അതാണ്, ഞാൻ എൻ്റെ ദൈവത്താൽ സുരക്ഷിതനാണ്. കാര്യം ഇത് അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിന് മനസ്സിലായി. കാരണം യാക്കോബിനെ പിടിച്ചു കൊന്നുകളഞ്ഞു. അവർക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് പത്രോസിനെ പിടിച്ച് തടങ്കലടച്ചു. പക്ഷെ ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പത്രോസ് കിടന്നുറങ്ങുകയാണ്. കാര്യം ഈ കഷ്ടതയുടെ നടുവിൽ ഒരുത്തന് സമാധാനമായി കിടപ്പാൻ കഴിയില്ല. കാര്യം നോക്ക്, മറു സൈഡിൽ തന്റെ മരണമാണ് നാളെ അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ തന്റെ മരണമാണ്. അവിടെ മറ്റൊരു വാക്കിങ്ങനെ പത്രോസ് എന്ന് പറയുന്നുണ്ട്, യഹൂദന്മാരുടെ സകല പ്രതീക്ഷകളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു എന്നാണ് പത്രോസ് പറയുന്നത്. ഈ യഹൂദന്മാർക്ക് ഈ പത്രോസിനെ കുറിച്ച് ചില ചിന്തകളും പ്രതീക്ഷകളും ഉണ്ട്. നാളെ ഇവൻ അവസാനിക്കും, നാളെ ഇവന്റെ എല്ലാ മേഖലകളിലും ഇവിടെ തകർന്നു പോകുമെന്ന് പറഞ്ഞ് വിധി എഴുതിയെടുത്ത് പത്രോസ് അവിടെ ഭാരപ്പെടുകയല്ല ചെയ്തത്, താൻ കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ പടകിൽ തള്ളിക്കയറി. പടക് മുങ്ങാറായപ്പോൾ കർത്താവ് അമരത്ത് തലകണ വെച്ച് കിടന്നുറങ്ങിയെന്നാണ് വചനത്തിൽ പറയുന്നത്. ഇത്ര പരിശോധനകളുടെയും ഇത്ര കഷ്ടതയുടെ നടുവിൽ കിടന്നുറങ്ങുകയാണ് ആർക്ക് കഴിയും? ഈ തിരിച്ചറിവുള്ള ഒരു ദൈവഭക്തന് മാത്രമേ, ഈ ആത്മവെളിപ്പാട് പ്രാപിച്ച ഒരു ദൈവഭക്തന് മാത്രമേ കഷ്ടതയുടെ നടുവിൽ ധൈര്യപൂർവം നിൽക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് പൗലോസിനറിയാം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൽ ബദ്ധനായിരിക്കുന്നിടത്തോളം കാലം യാതൊന്നിനും എന്നെ തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാന് അക്ഷരാർത്ഥത്തിൽ നോക്കുമ്പോൾ ഞാൻ കാരാഗ്രഹത്തിലാണെങ്കിലും എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനായിരിക്കുന്നിടത്തോളം കാലം ഇതിന്റെ നടുവിലും എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള വിശ്വാസവും പ്രത്യാശയുമാണ് പൗലോസിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു കാര്യം ആ ഭാഗജൻ അതുപോലെ നിങ്ങളോട് കൈമാറുകയാണ്. നാം ദൈവത്താലാണോ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതോ സാഹചര്യങ്ങളാണോ നമ്മളെ ചുറ്റി വളഞ്ഞിരിക്കുന്നത്? സാഹചര്യങ്ങളാണോ നമ്മളെ ഭയപ്പെടുത്തിയിരിക്കുന്നത്? നാം എന്തിനാലാണ് നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നാം ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗത്താലാണോ നാം അതിനെയാണോ ബന്ധിക്കപ്പെട്ടതായി വലുതായി കാണുന്നത്? കടബാധിതകളെയാണോ നാം വലുതായി കാണുന്നത്? മറ്റു പ്രയാസങ്ങളെയാണോ നാം വലുതായി കാണുന്നത്? മറ്റു പ്രയാസങ്ങളെ ഒന്നും നാം വലുതായി കാണരുത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആത്മാവിൽ ഈ വചനം ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. നാം എവിടെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, നാം ദൈവത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, കർത്താവിൽ നാം ആയിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിയുമോ? നമ്മുടെ ആദ്യകാല അനുഭവങ്ങളിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന നിലകളിലേക്കൊന്ന് പ്രയോജനപ്പെടാൻ, കർത്താവിന് വേണ്ടി ഒന്ന് ശക്തിപ്പെടുവാൻ, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവനായി തീരുവാൻ നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിയുമോ? അപ്രകാരം തീരുമാനത്തോടെ വരുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനായ ദൈവമാണ്. കാര്യം പൗലോസ് ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പൗലോസിന് ഒരു പ്രത്യാശയുണ്ട്. കാര്യം പൗലോസ് അറിയാം, കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 12:7 മുതലൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഈ വെളിപ്പാടിന്റെ ആധിപത്യത്തിൽ ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ പൗലോസിന് ദൈവം ജഡത്തിലൊരു ശൂലം കൊടുത്തു. പൗലോസ് 3 വട്ടം അപേക്ഷിച്ചു ഈ ശൂലം മാറുവാൻ വേണ്ടി. 3 പ്രാവശ്യം പൗലോസ് മാറി മാറി അപേക്ഷിക്കുകയാണ് ഈ ജഡത്തിലെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുവാൻ. പക്ഷേ ചോദിച്ചതൊന്നും കർത്താവ് കൊടുത്ത മറുപടി മറ്റൊന്നുമാണ്. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. കാര്യമെന്നുള്ളത് ചോദിച്ചതിനുള്ള മറുപടിയല്ല കർത്താവ് കൊടുത്തത്, ദൈവം കൊടുത്തത് വേറെ എന്നാണ് പൗലോസോടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ബലഹീനതയാകട്ടെ, കയ്യേറ്റമാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, ഉപദ്രവമാകട്ടെ, ഞെരുക്കമാകട്ടെ എന്നിവ സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുമെന്ന് പൗലോസ് പറഞ്ഞു. കാരണം ഈ ബലഹീനതകളിൽ ദൈവം തന്നെ അവിടെ ശക്തിപ്പെടുത്തി. നമ്മൾ ജഡത്തിലെ അനുഭവം മാറാനാണോ ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നത്, അതോ
ജഡത്തിൽ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ദൈവമഹത്വം അറിയാൻ വേണ്ടിയാണോ? ഈ ഭാഗത്തിൽ ഒരു വിഷയം മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്. ജഡത്തിൽ ഇന്ന് നേരിടുന്ന വിഷയങ്ങളെ അതിജീവിപ്പാനാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ജഡത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ശൂലം മാറാനാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? അതോ ദൈവ നിയോഗം ഇതിൽ വെളിപ്പെടാൻ വേണ്ടിയാണോ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? കാരണം പൗലോസ് 3 പ്രാവശ്യം അപേക്ഷിച്ചു. 3 പ്രാവശ്യം പൗലോസ് അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ജഡം അതുപോലെ ഇരിക്കും, പക്ഷേ ജഡത്തിലെ വിഷയം അതുപോലെ ഇരിക്കും, പക്ഷേ ഇതിനെ ജയിപ്പാനുള്ള ഒരു കൃപ കർത്താവ് പകരും. ദൈവമക്കളെ, നമ്മൾ ബലഹീനരാണെങ്കിലും ഈ ബലഹീന അവസ്ഥകളെ ജയിപ്പാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാകണം. എന്നിട്ട് പൗലോസ് ആ ഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. കാരണം പൗലോസ് പറയുകയാണ്, എന്റെ ഈ ബലഹീനതകളിൽ ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ വെളിപ്പെടുന്നത് കൊണ്ട് ഞാൻ അതിൽ സന്തോഷിക്കുന്നവരായി തീരും. എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കുന്നവനായി തീരും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ചോദിക്കുന്ന ദൈവമക്കളെ, ഇന്നിന്റെ അനുഭവങ്ങൾ, ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകളിൽ അത് മാറാൻ നാം പ്രാർത്ഥിക്കാതെ, രോഗം മാറാൻ പ്രാർത്ഥിക്കാതെ, പ്രയാസങ്ങൾ മാറാൻ പ്രാർത്ഥിക്കാതെ, ഇതെല്ലാം ദൈവം മാറ്റും. പക്ഷേ ചില വിഷയങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നറിയുവാൻ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവരായി തീരണം. എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയൂ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ അറിഞ്ഞത് പറയാൻ വേണ്ടിയാണ്. ദൈവത്തെ കുറിച്ച് നാം അറിഞ്ഞത് മറ്റുള്ളവരോട് പറയുവാൻ, ദൈവം ചെയ്തതിനെ കുറിച്ച് പറയുവാൻ, ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ. നാം ദൈവത്താൽ തടവിലായിരിക്കുന്ന സമയത്തോളം ദൈവം പറയുന്നതെല്ലാം നാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നാം അറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവരുമായി പറയുവാൻ വേണ്ടി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചില കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, രോഗങ്ങൾ വരും, ക്ഷീണങ്ങൾ വരും. പക്ഷേ അതിന്റെ നടുവിൽ നമ്മൾ തകരരുത്, പതറിപ്പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. ഒരു കാര്യം ദൈവമക്കൾ ഇന്ന് പകൽക്കാലവും മനസ്സിലാക്കണം, ഈ പ്രയാസങ്ങളുടെ നടുവിലും ദൈവത്തിനൊത്തവണ്ണം എന്റെ അകത്തെ മനുഷ്യനെ കർത്താവ് ശക്തിപ്പെടുത്തുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവനാക്കി മാറ്റുവാൻ വേണ്ടി ചില കഷ്ടതകളിൽ കൂടി കർത്താവ് എന്നെ കടത്തിവിടുകയാണ്. ദൈവമക്കളെ, ഈ കഷ്ടത മാറാനാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന. പക്ഷെ ഈ കഷ്ടത നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നെന്നും നിലനിൽക്കുന്നതാണ്. നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന നിരവധി സഭകൾ എനിക്കറിയാം, അവിടുത്തെ ദൈവദാസന്മാരെ എനിക്കറിയാം. ഞാൻ പലയിടങ്ങളിൽ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ അവർ നേരിടുന്നതിന്റെ പകുതി കഷ്ടങ്ങൾ പോലും കേരളത്തിലുള്ള നാം ആരും നേരിടുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു ഫോൺ കോൾ വന്ന കാര്യമുണ്ട്. അവിടെ ഈ ഒറീസയുടെ പ്രദേശത്ത്, അവിടെ ഞങ്ങളുടെ ഒരു കർത്താവിന്റെ ദാസൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ആ സഭയിൽ പോയി ശുശ്രൂഷിച്ചതാണ്. ഒരു സുപ്രധാനമാകുന്ന ഒരു സമയത്തിൽ അവിടെയുള്ള ആലയങ്ങളെല്ലാം അവർ ചുട്ടു നശിപ്പിക്കാനിടയായി തീർന്നു. അവരെല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് വിടാനിടയായി തീർന്നു. അവർക്കുള്ളതെല്ലാം അവരവിടെ ഉപേക്ഷിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഈ ബലഹീനതകൾ വന്നപ്പോൾ അവർക്കുള്ളതിനെ നേടാൻ നോക്കിയില്ല, അവരെ വിളിച്ച ദൈവത്തെ നോക്കി മുൻപോട്ട് പോകാനിടയായി. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം അറിയണം, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്. ഒന്നും കൂടി പറഞ്ഞാൽ, ലോകം നമുക്ക് ഐക്യമായി നിൽക്കുന്നതല്ല, നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിന്റെ നടുവിലും നമ്മളെ ഏൽപ്പിച്ച വേലകൾ, ദൗത്യങ്ങൾ ചെയ്യുവാൻ നാം ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുന്നവരായി തീരണം. നമ്മുടെ ദൗത്യം എന്താണ്? അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്കൂടെ ഉപസംഹാരം കുറിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൗത്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം അറിഞ്ഞ കർത്താവിനെ പറയുക എന്നുള്ളതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ സുവിശേഷം പറയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്നുള്ളത്. കാരണം യോഹന്നാൻ സ്നാപകൻ തുടങ്ങി വെച്ചതാകുന്ന ഒരു സുവിശേഷമുണ്ട്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കും, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പെന്ന് പറഞ്ഞ അതേ വാചകം തന്നെ തന്റെ അവസാനം വന്നപ്പോൾ, താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കർത്താവ്. കാരണം യോഹന്നാൻ വിചാരിച്ചു, യോഹന്നാനെ തടവിലാക്കിയപ്പോൾ അവിടെ അവസാനിക്കുമെന്ന് കരുതിയത് കർത്താവ് അവിടെ നിന്നും ആരംഭിപ്പാനിടയായി തീർന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, യോഹന്നാൻ മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചു നടന്ന സമയങ്ങളിൽ തന്നെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിപ്പിൻ. ഈ കർത്താവ് തുടങ്ങി വെച്ചതിന്റെ കൈമാറ്റമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു പാപിക്ക് വേണ്ടതെല്ലാം കർത്താവ് ക്രൂശിൽ പൂർത്തീകരിച്ചുവെങ്കിൽ ഇന്ന് പൂർത്തീകരിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന വേലയാണ് സുവിശേഷ വേല എന്നുള്ളത്. അത് ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നതാണ്. കർത്താവിന്റെ മടങ്ങി വരുവോളം അത് ചെയ്യുവാൻ നാം ഏവരും ബാധ്യസ്ഥരാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുവാൻ
നമ്മൾ കടപ്പെട്ടവരാണ് ദൈവമക്കളെ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതിന് നമുക്ക് ബലഹീനമായി ചെയ്യാൻ കഴിയില്ല. അതിന് നമുക്ക് ശക്തി ആവശ്യമാണ്. അതിന് നാം വളരേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ദൈവ നിയോഗത്തിനനുസരിച്ച് നാം വളർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം അറിയണം, നാം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന വിഷയം, കർത്താവെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവേശുവിൽ ശക്തിപ്പെടണം. ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം എനിക്ക് പ്രയോജനപ്പെടണം. ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലൊത്തവണ്ണം എനിക്ക് പ്രയോജനപ്പെടണം. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം എനിക്ക് വളരണം. കഴിഞ്ഞ നാളുകളിലെ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ അതുപോലെ പ്രയോജനപ്പെട്ടതുണ്ട്. പക്ഷേ ഇന്നിന്റെ ചില സാഹചര്യങ്ങളുടെ നടുവിൽ എന്റെ ശുശ്രൂഷകൾ തണുത്തുപോയി. എന്റെ ശുശ്രൂഷകളിൽ എനിക്ക് പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല. ഒരു പടയവരവിന് തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ പണിതെടുപ്പാൻ മതിയായ ദൈവമാണ്. ഒരു നിമിഷം നമ്മളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന വിഷയം അതായിക്കൊള്ളട്ടെ. കർത്താവെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവേശുവിൽ ബലപ്പെടണം. കാറിനോ വീടിനോ ഭാവി അനുഗ്രഹത്തിനോ വേണ്ടി നമ്മുടെ പ്രാർത്ഥന മാറരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. അതൊക്കെ ദൈവം നമുക്ക് നൽകും. നമ്മുടെ മെയിനായിട്ടുള്ള പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് എത്ര പേർക്ക് ഈ വരുന്ന നാളുകളിൽ പ്രാർത്ഥിപ്പാൻ കഴിയും? അവർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ദൈവം പറയുന്നുണ്ട്, ആദ്യം എന്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നാം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം പോയാൽ ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം നമ്മുടെ പിന്നാലെ വരുവാനിടയായിത്തീരും. നാം അതിനെ തേടി പോകേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തരുവാൻ മതിയായ ദൈവമാണ്. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ സമയത്തിനായി നന്ദി. കർത്താവ് നൽകിയ വചനത്തിനായി സ്തോത്രം. അത് അതുപോലെ കർത്താവെ തന്റെ ജനത്തിന് കൈമാറുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും ബലത്തിനുമായി അടിയ നന്ദി പറയുന്നു. കർത്താവെ, ദൈവമേ, കുറവുള്ള ബലഹീനതകളൊന്നും ഓർക്കാതെ വചനത്തിന്റെ ആഴം കർത്താവെ തന്റെ ജനത്തിന് മേലെ ഇവിടുന്ന് വെളിപ്പെടുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കും. സകല മഹത്വം ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ജയം കർത്താവ് ഞങ്ങൾക്ക് നൽകണം. പ്രാർത്ഥനകൾക്ക് വരവനായി കർത്താവ് ഞങ്ങൾ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതുപോലെ അവസരം ഒരുക്കി തന്ന പ്രിയ ടീമിലെ ആന്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്ന കർത്താവ് എല്ലാവരെയും ധാരാളം ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന സമയങ്ങളിൽ ഇവനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുന്നു. തന്നിനേറിയ ദൈവം എല്ലാവരെയും അവിടുന്ന് മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥം.